ഓം സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമ അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരമ്പര. ആദരണീയരായ എല്ലാ സനാതനധർമ്മവിശ്വാസികൾക്കും സാദര നമസ്കാരം. നമ്മൾ ഒരു മാതൃകാ ഹിന്ദു കുടുംബ സങ്കല്പത്തെക്കുറിച്ചായിരുന്നു നമ്മൾ പ്രതിപാദിച്ചു വന്നിരുന്നത്. അതിനിടയിൽ പലരുടെയും ആവശ്യം മാനിച്ച് നമ്മൾ കർക്കിടക വാവുബലിയെക്കുറിച്ച് രണ്ട് ഭാഗങ്ങളിലായി ഞാൻ പ്രതിപാദിച്ചിരുന്നു. നമുക്ക് വീണ്ടും ആ കുടുംബ സങ്കല്പത്തിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടതായുണ്ട്. നമ്മുടെ ജീവിതക്രമം അത് അത്യന്തം ശ്രേയസ്കരമാണ്. അത് പലരും മറന്ന് പോകുന്നതുകൊണ്ട് ആ കുടുംബ സങ്കല്പത്തിൻ്റെ ആരോഗ്യപരമായ അവസ്ഥയെക്കുറിച്ച് ആരും ചിന്തിക്കാത്തതുകൊണ്ട് ഇന്ന് നമ്മുടെ യുവതലമുറ വഴിതെറ്റിപ്പോകുന്നു. മദ്യത്തിന്, മയക്കുമരുന്നിന് ഒക്കെ അടിമകളായി അവർ അത്തരത്തിലേക്ക് അധപ്പതിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതക്രമത്തെപ്പറ്റി വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ധർമ്മം നിലനിർത്തണമെങ്കിൽ ആചാരങ്ങൾ വേണം, അനുഷ്ഠാനങ്ങൾ വേണം എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അത് ഏറ്റവും കൂടുതലായി ഒരു ഗൃഹസ്ഥാശ്രമിയാണ് അത് അവലംബിക്കേണ്ടത്. അതുകൊണ്ടാണ് ഒരു കുടുംബ സങ്കല്പത്തെക്കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഒരു കുടുംബത്തിൻ്റെ പരമാധികാരി വീട്ടമ്മയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ വീട്ടിലെ ആധ്യാത്മികമായ കർമ്മ പദ്ധതികളെല്ലാം നടപ്പിലാക്കേണ്ടത് വീട്ടമ്മ തന്നെയാണ്. ആ വീട്ടമ്മ എല്ലാവരും ഉണരുന്നതിന് മുമ്പ് ഉണരണം. വീട്ടിൽ എല്ലാവരും ഉണരേണ്ടത് ബ്രഹ്മ മുഹൂർത്തത്തിന് മുമ്പാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. പക്ഷെ ഒരു വീട്ടമ്മ ഉണരേണ്ടത് കുറഞ്ഞത് 4:30 ആണ് എന്നാണ് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നത്. ഉണർന്നാൽ എഴുന്നേറ്റ് കാലും മുഖവും കഴുകി പൂജാമുറിയിൽ കടന്ന് നിലവിളക്ക് കൊളുത്താം. കുളിക്കണ്ട. മറിച്ച് അടുക്കളയിൽ കയറണമെങ്കിൽ കുളിക്കണം. നമുക്കിപ്പോൾ ഒരു സംശയം ഉണ്ടാകും, പൂജാമുറിയിൽ കയറാൻ കുളിക്കണ്ട, മറിച്ച് അടുക്കളയിൽ കയറണമെങ്കിൽ കുളിക്കണം. എന്താണ് ഇതിൻ്റെ കാരണം? നമ്മുടെ ക്ഷേത്രത്തിൽ ദേവന് അതുപോലെ ദേവിക്ക് നിവേദ്യം സമർപ്പിക്കാറുണ്ട്. ആ നിവേദ്യം തയ്യാർ ചെയ്യുന്ന സ്ഥലത്തിന് നമ്മളൊരു പേര് പറയുന്നുണ്ട്, തിടപ്പള്ളി എന്ന് പറയും. ക്ഷേത്ര സംസ്കാരത്തിൽ, തന്ത്രശാസ്ത്രത്തിൽ ഒരു ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ അഥവാ ഗർഭഗൃഹത്തിന് തുല്യമായ പ്രാധാന്യമാണ് തിടപ്പള്ളിക്കും കൽപ്പിച്ചിട്ടുള്ളത്. അഥവാ ഒരു ശ്രീകോവിലിൽ എത്ര പരിശുദ്ധിയോടുകൂടി കാത്തു പരിപാലിക്കുന്നോ അത്രയും പരിശുദ്ധി തിടപ്പള്ളിക്കും ഉണ്ടാവണം. നമ്മുടെ വീട് ആകുന്ന ദേവാലയത്തിൻ്റെ തിടപ്പള്ളിയാണ് അടുക്കള എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ആ തിടപ്പള്ളിയിലാണ് നമ്മൾ മത്സ്യമാംസാദികളൊക്കെ പാചകം ചെയ്യുന്നത്, കഴിക്കുന്നത്. വേണോ വേണ്ടയോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിലുണ്ടാവണം. കുറേ
മാംസക്കഷ്ണങ്ങൾ കുത്തി നിറയ്ക്കാനുള്ള ഒരു സഞ്ചിയല്ല മനുഷ്യന്റെ ആമാശയം എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഈ തിടപ്പള്ളിയിൽ കയറാൻ വീട്ടമ്മ, ഞാൻ മുൻപ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, ചില അധികാര ചിഹ്നങ്ങളുണ്ട് ഒരു വീട്ടമ്മയ്ക്കെന്ന്. അങ്ങനെയുള്ള ഒരു വീട്ടമ്മ അടുക്കളയിൽ കയറാൻ, അഥവാ ദേവാലയമാകുന്ന വീടിൻ്റെ തിടപ്പള്ളിയാകുന്ന അടുക്കളയിൽ കയറാൻ കുളിച്ചിട്ടേ കയറാവുന്നതാണ്. അങ്ങനെ അടുക്കളയിൽ കടന്ന് നിലവിളക്കിൽ നിന്നൊരു ദീപമെടുത്ത് വേണം അടുപ്പിൽ തീ പകരാൻ. അടുപ്പിൽ തീ പകർന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഒരു തേങ്ങാപ്പൂള് എടുത്ത് ആദ്യം ഗണപതിയെ മനസ്സാ ധ്യാനിച്ചുകൊണ്ട്, നമ്മൾ സാധാരണ ഗണപതി ഹോമം നടത്തുമ്പോൾ നമ്മുടെ ആചാര്യന്മാർ ജപിക്കുന്ന ഒരു മന്ത്രമുണ്ട്, പുരോഹിതന്മാർ ജപിക്കുന്ന മന്ത്രമുണ്ട്. ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗം ഗണപതയെ വരവരത സർവജനം മേ വശമാനയ സ്വാഹ എന്ന് ജപിച്ചാണ് ഈ ഹവിസ് അഗ്നിയിൽ സമർപ്പിക്കുന്നത്, ഹോമിക്കുന്നത്. ഇതൊന്നും നമ്മൾ ജപിക്കേണ്ട. ഗണപതിയുടെ മൂലമന്ത്രമുണ്ടല്ലോ, ഓം ഗം ഗണപതയെ നമ. ഇനി അതും അറിഞ്ഞുകൂടെങ്കിൽ, ഭഗവാനെ വിഘ്നേശ്വര, അടിയന്റെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം യാതൊരു തടസ്സങ്ങളും ഉണ്ടാക്കല്ലേ എന്ന് മനസ്സാ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തേങ്ങാപ്പൂള് അഗ്നിക്ക് സമർപ്പിക്കണം. ഒരു ഗണപതി ഹോമത്തിന്റെ ഫലമാണ്. ഇത് ചെയ്യുന്ന വീട്ടമ്മയാണ് വീടിന്റെ വിളക്കാണെന്ന് പറഞ്ഞിരുന്നത്. അതുപോലെയാണ് നമ്മൾ അടുപ്പത്ത് അരി ഇടുമ്പോൾ, അരി അളന്നെടുക്കുമ്പോൾ തന്നെ നമ്മുടെ വല്യമ്മമാരൊക്കെ ചെയ്തിരുന്ന ഒരു പണിയുണ്ടായിരുന്നു. ആദ്യം ഒരു പിടി അരി എടുത്ത് മാറ്റിവെക്കും. അത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ആധുനിക തലമുറയോട് ചോദിച്ചാൽ, വീട്ടിലെ അരിയൊക്കെ തീരുമ്പോൾ ഇത് എടുത്ത് പാചകം ചെയ്യാനാണ് എന്ന് വേണമെങ്കിലൊരു അബദ്ധധാരണയുണ്ട്. അതിനുവേണ്ടിയല്ല പിടിയരി മാറ്റിവെക്കുന്നത്. നമുക്കൊരു മഹത്തായ സംസ്കാരമുണ്ടായിരുന്നു. ഒരു മാസം പൂർത്തിയാകുമ്പോൾ ഈ സംഭരിച്ച അരി തൊട്ടടുത്ത ദേശാധിപത്യമുള്ള ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അന്നദാനത്തിന് കൊടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അരി അളന്ന് എടുത്ത് അരി കഴുകി അടുപ്പത്തിടുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒരു നുള്ള് അരി, 3 വിരൽ കൊണ്ട് ഒരു നുള്ള് അരി എടുത്ത് ആദ്യം അഗ്നിക്ക് കൊടുക്കണം. അതിനുശേഷം വേണം അന്നപൂർണേശ്വരിയെ മനസാ ധ്യാനിച്ചുകൊണ്ട് കലത്തിൽ അരിയിടാൻ. അരി വെന്താൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരിലച്ചിന്തിൽ 2-3 സ്പൂൺ ചോറെടുത്ത് തെക്കുവശത്ത് കാക്കയ്ക്ക് കൊടുക്കണം. കാകബലി. ഇങ്ങനെ നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നത് ഏകവിംശതി കുലോദ്ധാരണായ 21 തലമുറകളായി മരിച്ചിട്ടുള്ള പിതൃക്കളുടെ ആത്മാവിനും മോക്ഷം സിദ്ധിക്കുന്ന കർമ്മ പദ്ധതിയാണ് നമ്മുടെ വീട്ടമ്മ അനുഷ്ഠിക്കുന്നത്. അത് ചെയ്യുമ്പോൾ ആ വീട്ടമ്മ മനസ്സുകൊണ്ട് ജപിക്കുന്ന ഒരു സങ്കല്പമുണ്ട്. മമ വംശദ്വയ പിതൃണാം അക്ഷയ തൃപ്തിയർത്ഥം. എന്റെയും എൻ്റെ ഭർത്താവിൻ്റെയും കുലത്തിൽ ജനിച്ചും മരിച്ചിട്ടുള്ള പിതൃക്കളുടെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ ഈ കർമ്മം അനുഷ്ഠിക്കുന്നതെന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര മഹത്തായ ഒരു സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളാണ് ഹിന്ദുക്കളായ നമ്മളെന്ന്. അപ്പോൾ ഈ സംസ്കാരത്തെക്കുറിച്ച്, ഈ ആചാരങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു അവബോധം ഹിന്ദു സമാജത്തിലുണ്ടാകുക, ഉണ്ടാക്കിക്കൊടുക്കുക എന്നതാണ് ഭാരതീയം യൂട്യൂബ് ചാനലിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ഇതിലൂടെ നമ്മുടെ യുവതലമുറയ്ക്ക് ഇത് ഒരു മാർഗനിർദ്ദേശമായി പരിണമിച്ചാൽ നമ്മളൊക്കെ കൃതാർത്ഥരായി. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അത് ഷെയർ ചെയ്ത് എല്ലാവരിലും മഹത്തായ ഈ സന്ദേശം എത്തിക്കുവാൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും, എല്ലാ സഹകരണവും എല്ലാ സനാതന ധർമ്മ വിശ്വാസികളുടെയും ഭാഗത്തു നിന്നുണ്ടാവണം
എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ബാക്കി ആചാരക്രമങ്ങൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നുണ്ടാവും. എല്ലാവർക്കും സാദര നമസ്കാരം.